എൻ്റെ വീഡിയോ കാണുന്നവരിൽ പലർക്കും ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരു ടെൻഷൻ. 4 ആളുകൾ കൂടുന്ന സ്ഥലത്ത് സംസാരിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ പോയിട്ട് 2 വാക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ആകെ വിറയൽ വരുന്നു. എന്തെങ്കിലും സംസാരിക്കാൻ ആരെങ്കിലും ആവശ്യപ്പെടുമ്പോൾ നമുക്കതിനുള്ള ധൈര്യമില്ല. എന്താണ് പറയേണ്ടത് എന്ന് തിരിയുന്നില്ല. ഒട്ടാകെ വിറച്ച് ആകെ തളർന്ന് വിഷർത്തൊലിച്ച് ആകെ ഡള്ളായി പോകുന്നു. നല്ല ധൈര്യത്തോടു കൂടി എല്ലായിടങ്ങളിലും സംസാരിക്കാനും മറ്റുള്ളവരുമായി ഇടപഴകാനുമുള്ള നല്ലൊരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. കുറച്ച് ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ സംസാരിക്കാനുള്ള ധൈര്യക്കുറവ്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ എങ്ങനെ ഇടപഴകണമെന്നുള്ള ഒരു ധൈര്യക്കുറവ്, അതൊക്കെ മാറ്റിയെടുക്കാനായി ആദ്യം തന്നെ നമുക്കുള്ള ഒരു ചീത്ത സ്വഭാവം നമ്മൾ മാറ്റിയെടുക്കണം. നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക. നമ്മൾ ഏറ്റവും മറ്റുള്ളവരെക്കാളും മോശമായവരാണ്, നമുക്കൊന്നും കഴിവില്ല, അല്ലെങ്കിൽ നമുക്ക് ഭംഗിയില്ല, നമ്മുടെ മുഖത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്, മറ്റുള്ളവരുടെ മുന്നിൽ ഇടപഴകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ചിരിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്, മറ്റുള്ളവരുടെ നടുവിൽ പോയി നമുക്ക് ചിരിക്കാൻ കഴിയില്ല, അവർ നമ്മളെ കളിയാക്കും, നമുക്ക് അവരുടെ മുന്നിലൊന്നും പോയി സംസാരിക്കാനും ഇതാക്കാനുമുള്ള ഒരു യോഗ്യതയില്ല എന്ന് നമ്മൾ പലരുടെ മനസ്സിലും ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ പ്രവൃത്തി എല്ലാം മോശമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ആ ചിന്ത ആദ്യം, അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്ത ആദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റുക. നമ്പർ 2, നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക, സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക. നമ്മളെ ഒരു മിററിൽ പോയി നോക്കിയിട്ട് നമ്മളോട് തന്നെ സംസാരിക്കുക. നമ്മൾ നല്ല രീതിയിൽ സ്നേഹിക്കുക, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. എന്നിട്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഒരുവിധം ബിസിയായി മാറും. നമുക്ക് മറ്റുള്ളവരോട് കൂടുതൽ പോയി ഇടപഴകാനൊന്നും നമുക്ക് സമയമുണ്ടാവില്ല, ചിന്തിക്കാൻ സമയമുണ്ടാവില്ല. നമ്മളെ പെർഫെക്റ്റ് ആക്കി വെക്കുക. അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഡീസൻ്റായിട്ട് നമ്മൾ പോയിട്ട് നല്ല ധൈര്യത്തോടു കൂടി സംസാരിക്കുക. നമ്പർ 3, കുറച്ച് ആളുകൾ കൂടുമ്പോൾ നമുക്ക് ടെൻഷൻ വരും. എങ്ങനെ അവിടെ നമ്മൾ പെരുമാറണം, നമുക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും എന്ന് വെച്ച് നമുക്ക് ഒരുപാട് നെഞ്ഞ് കിതപ്പൊക്കെ വരും. അപ്പോൾ നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. നമ്പർ 4, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ മുഖത്ത് നോക്കി സംസാരിക്കുക, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കുക. അല്ലാണ്ട് അവരുമായി ഇടപഴകുമ്പോൾ നമ്മൾ മറ്റൊരു വശത്തേക്ക് നോക്കി സംസാരിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻറ്റ് ഇല്ല എന്ന് അവർ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുക. അങ്ങനെ സംസാരിച്ച് ശീലിച്ചാൽ നമുക്ക് തന്നെ ഒരു മനോധൈര്യം വരും. നമ്പർ 5, സ്കിൽ ഡെവലപ്മെൻറ്റ്. നമുക്കെല്ലാവർക്കും അള്ളാഹു ഓരോ കഴിവുകൾ തന്നിട്ടാണ് പഠിച്ചിട്ടുണ്ടാവുക. എന്തെങ്കിലും ഒരു കഴിവ് ഒരു വ്യക്തിക്ക് ഇല്ലാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കി അതിനെ ഡെവലപ്മെൻറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പേര് നിങ്ങളെ തപ്പി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വരികയും ചെയ്യും. നമ്മളിൽ പലരും നമ്മുടെ മൈൻഡൊക്കെ മാറ്റി എനിക്കതിന് പറ്റും, എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ കഴിയും, ആദ്യം നമ്മളോട് തന്നെ സംസാരിച്ച് നോക്കുക. എന്നിട്ട് മൈൻഡ് സെറ്റൊക്കെ സെറ്റാക്കി മറ്റുള്ളവരുമായി ഇടപഴകുക. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് ചെയ്ത് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആയി ആ ഒരു ടെൻഷൻ നമ്മുടെ മനസ്സിൽ നിന്ന് മാറും. മറ്റുള്ളവരുമായി ഹാപ്പി ആയിട്ട് നമുക്ക് സംസാരിക്കാനും ഇടപഴകാനും പറ്റും. എല്ലാവരും ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഇസ്ലാമിക് വീഡിയോസും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു മോട്ടിവേഷൻ വീഡിയോസുകളും ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക.